സിസ്റ്റർ ജയ റോസ്. CMC അങ്കമാലി മേരിമാത പ്രോവിൻസിലെ എഡ്യൂക്കേഷൻ കൗൺസിലറാണ്. ഭാരതമാതാ കോളേജിൽ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ HODയുമാണ്. ഒപ്പം ഈ കലാലയത്തിൻ്റെ വൈസ് പ്രിൻസിപ്പളും കൂടിയാണ്. സാധാരണ സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി ചെറുപ്പം മുതലേ അറിയാറുണ്ട്. എന്നാൽ എൻ്റേത് അങ്ങനെയല്ലായിരുന്നു. MSc B.Edും കഴിഞ്ഞതിന് ശേഷമാണ് ഈശോയുടെ വിളി ഞാൻ ശ്രവിക്കുന്നതും സന്തോഷത്തോടെ ഈ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതും. അതുകൊണ്ട് എൻ്റെ ദൈവവിളി ഒരു ലേറ്റ് വൊക്കേഷനാണ്. പെളിമിസ് ക്ലാസ്സിൽ പോകാൻ സമയമായി, ഞാൻ പോകട്ടെ. മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും നെറ്റ് ചുളിയാറുണ്ട്. ശരിയാ, പലർക്കും മാത്തമാറ്റിക്സ് ഒരു ബാലികേറ മലയാണ്. എന്നാൽ ചെറുപ്പം മുതലേ മാത്തമാറ്റിക്സിനെ സ്നേഹിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് മാത്തമാറ്റിക്സ് നല്ല എളുപ്പമാണ്. അതിനൊരു പക്ഷേ എൻ്റെ ഭവനത്തിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എനിക്ക് സഹായിച്ചിട്ടുണ്ടാവും. എൻ്റെ അപ്പച്ചൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ എൻജിനീയറാണ്. അമ്മച്ചി ഒരു മാത്തമാറ്റിക്സ് അധ്യാപികയായിരുന്നു. സഹോദരങ്ങളും ആ തലത്തിൽ തന്നെ ജോലിക്കാരാണ്. ഞങ്ങളുടെ കുടുംബം മൊത്തം മാത്തമാറ്റിക്സിനെ സ്നേഹിച്ച ഒരു കുടുംബമാണ്. പലരുടെയും മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കാണുമ്പോൾ ഞാൻ അനലൈസ് ചെയ്തു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത്രയും രസകരമായ മനുഷ്യ ഹൃദയങ്ങളെ വളരെ നന്നായി ഫോം ചെയ്യാൻ കഴിവുള്ള മാത്തമാറ്റിക്സിനെ ഒത്തിരി പേര് ഭയപ്പെടുന്നത് എന്താണ്? അങ്ങനെയുള്ള എൻ്റെ കണ്ടെത്തലാണ് ഇത് എളുപ്പമാണ്, പക്ഷേ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. മാത്തമാറ്റിക്സ് എന്നും വളരെയധികം മാർക്ക് കുറച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ അടുത്തുള്ള പ്രഗത്ഭനായ ഒരു അധ്യാപകൻ്റെ അടുത്ത് മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു വിട്ടപ്പോൾ ആ അധ്യാപകൻ ചെയ്ത ചെറിയ കാര്യങ്ങൾ എന്നെ ഒത്തിരി സ്പർശിച്ചു. ആദ്യം 10ാം ക്ലാസ്സിൽ എന്നും തോറ്റുകൊണ്ടിരുന്ന കുട്ടിയെ ആദ്യം ചെയ്തത് ബേസിക് ആയിട്ടുള്ള സങ്കലനം, അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ, അഡീഷൻ, ഇതൊക്കെയാണ് ചെയ്യിച്ച് എവിടെയാണ് ആ കുട്ടിക്ക് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എന്ന് കണ്ടെത്തി ആ ബ്ലോക്ക് ശരിയാക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇപ്പോഴത്തെ സബ്ജക്റ്റ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ആ അധ്യാപകൻ ഒരു പ്രഗത്ഭനായ അധ്യാപകനാണ് എന്ന് ലോകം അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞത്. അതുവരെ തോറ്റിരുന്ന എൻ്റെ ആ സുഹൃത്ത് 10ാം ക്ലാസ്സിൽ ഒന്നാമത്തെ പരീക്ഷയ്ക്ക് തന്നെ 50ൽ 35 മാർക്ക് വാങ്ങി എന്നുള്ളത് ഒരു ക്രെഡിറ്റാണ്. ഇതൊരു പക്ഷേ ആ അധ്യാപകനെ പ്രഗത്ഭനാക്കുകയും ചെയ്തു. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണ് മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാനം കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും അസുഖം മൂലമോ അല്ലെങ്കിൽ ചിലപ്പോൾ അധ്യാപകരെ ഇഷ്ടപ്പെടാതെയോ മാത്തമാറ്റിക്സിനെ മറന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്തമാറ്റിക്സിനെ ബാധിക്കും, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നതിനെ ബാധിക്കും. ഉദാഹരണത്തിന്, ഒരു നല്ല ബിൽഡിംഗ് കാണുമ്പോൾ നമുക്ക് തോന്നും നല്ല ഭംഗിയുണ്ടെന്ന്. പക്ഷേ എവിടെയെങ്കിലും ഒരു ഇഷ്ടിക അല്പം മാറിയിരുന്നാൽ അല്ലെങ്കിൽ അതിരിക്കേണ്ട സ്ഥലത്ത് ശരിയായിട്ട് ഇരുന്നില്ലെങ്കിൽ ആ കെട്ടിടം തന്നെ എപ്പോഴാണ് അതിൻ്റെ ബേസ് മറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് മാത്തമാറ്റിക്സ്. 1ാം ക്ലാസ്സിൽ പഠിച്ച കൊച്ച് അഡീഷൻ പോലും വലിയ ക്ലാസ്സുകളിലോ എൻജിനീയറിങ്ങിലോ നമുക്ക് അത്യാവശ്യമായിട്ട് വരും. ഈ മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിനെ സ്നേഹിക്കാൻ ഒരു കാര്യം അതിന് ബേസ് ഉണ്ടാകുക എന്നുള്ളതാണ്. ബേസ് പഠിച്ചാൽ തന്നെ നമുക്ക് അതിൽ പ്രാവീണ്യം നേടാൻ കഴിയും. മറ്റൊരു കാര്യം,
പഠിപ്പിക്കുന്ന അധ്യാപകരെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അധ്യാപകർ സ്നേഹിക്കപ്പെടാൻ യോഗ്യരായിരിക്കണം. എത്ര ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ, താല്പര്യമെടുത്ത് കുട്ടികളെ മനസ്സിലാക്കി അധ്യാപകർ പഠിപ്പിച്ചാൽ ഒരു കാരണവശാലും ആ കുട്ടികൾ പഠിക്കാതിരിക്കുകയില്ല. മാത്തമാറ്റിക്കലി റിലേഷൻ എന്നുള്ളത്, ഇറ്റ് ഈസ് എ റിലേഷൻ ഈസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി ഇഫ് ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ഇവിടെയാണ് നമ്മുടെ മാത്തമാറ്റിക്സും ലൈഫും തമ്മിലുള്ള റിലേഷൻ വരുന്നത്, അല്ലേ? മാക്സും നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് ഈ ലോകത്തിലൊരു അപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ മാത്തമാറ്റിക്സ് കൊണ്ട് വല്ല ഗുണമുണ്ടാ? ഇല്ല. ഇപ്പം റിലേഷൻ എന്ന് പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നിങ്ങളുടെ ഈ പ്രായത്തിൽ അല്ലെങ്കിൽ മനുഷ്യർക്ക് എന്തെല്ലാം റിലേഷൻസ് ഉള്ളേ? മനുഷ്യരായിട്ടുള്ള റിലേഷൻ ഉണ്ട്, പിന്നെ നേച്ചറായിട്ടുള്ള റിലേഷൻ ഉണ്ട്, ഓക്കെ, പിന്നെ ആരുമായിട്ട് റിലേഷൻ ഉണ്ട്? ദൈവം, ഗോഡായിട്ടുള്ള റിലേഷൻ ഉണ്ട്. ഈ 3 റിലേഷനും മാത്തമാറ്റിക്കലി ലിങ്ക്ഡ് ആണ്. നിങ്ങളോട് ഞാൻ ആ കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്സും ദൈവവുമായുള്ള ബന്ധം വരുന്നത്? ദൈവത്തെ എങ്ങനെയാണ് മാത്തമാറ്റിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണേ? അറിയാവോ? എനിബഡി? നിങ്ങൾ ഇൻഫിനിറ്റി കേട്ടിട്ടുണ്ടോ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇൻഫിനിറ്റി? ദാറ്റ് ഈസ് ഗോഡ്, അല്ലേ? നമ്മൾ എന്ത് വന്നാലും അതിലും മേലെ, അതല്ലേ ഇൻഫിനിറ്റിയുടെ അർത്ഥം? ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. മനസ്സിലായ? അതുപോലെ ഈ റിലേഷൻ, ആദ്യമായിട്ട് റിലേഷനാ ദൈവമായിട്ടുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ അറിയാം? ഈ മാത്തമാറ്റിക്സിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അത് ഇൻഫിനിറ്റിയാണ്. നമ്മൾ ഇൻഫിനിറ്റിനെ മനസ്സിലാക്കാൻ തുടങ്ങുന്നോറും നമ്മൾ ആരെയാണ് മനസ്സിലാക്കണേ? റിയലി ദൈവത്തെ മനസ്സിലാക്കുന്നു. ഇപ്പൊ റിലേഷന്റെ രണ്ടാമത്തെ തലം ഏതാ പറഞ്ഞേ? നേച്ചർ. അതെ, നേച്ചറായിട്ടുള്ള റിലേഷൻ. എവിടെയൊക്കെയാണ് മാത്തമാറ്റിക്സ് നേച്ചറിൽ കാണുന്നത്? കണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും? ഇല്ല. നിങ്ങൾ ഒരു ചെടി നോക്കൂ, ചെടിയുടെ ഇലകൾ പോലും എന്തിലാ? ഒരു കറക്റ്റ് ഒരു അനുപാതത്തിലാണ് വരുന്നത്. മനസ്സിലായപ്പോ? അപ്പൊ റിലേഷനിൽ രണ്ടാമത്തെ റിലേഷൻ ഏതാണ്? നേച്ചറുമായിട്ടുള്ള റിലേഷൻ. ഇപ്പൊ നമുക്ക് ദൈവത്തെ കാണാൻ അല്ലെങ്കിൽ മനുഷ്യരെ കാണാൻ നമ്മൾ പ്രകൃതിയെ കാണണം. പ്രകൃതിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് പറ്റില്ല? ജീവിതം പറ്റില്ല. അതുകൊണ്ട് പ്രകൃതി നമ്മൾ ഒത്തിരി പ്രകൃതിയെ കാണണം, മണ്ണിനെ തൊടണം. നിങ്ങൾക്ക് ഇഷ്ടമാണോ കൃഷി ചെയ്യാനൊക്കെ? അല്ലേ? ഇപ്പൊ ജൂൺ എന്തായിരുന്നു? ജൂൺ 5-ാം തീയതി ഏത് ഡേ ആണ്? എത്ര പേര് വീട്ടില് ചെടികളൊക്കെ വെച്ചു? ആരെങ്കിലും വെച്ചാ? ഇവിടുന്ന് ചെടികൾ വെക്കുന്ന വലിയ പരിപാടി ഉണ്ടായി അവിടെ? പോവാ. ഇപ്പൊ സന്തോഷമുണ്ട്. ഇനി മൂന്നാമത്തെ റിലേഷൻ എന്തെന്നാ? മനുഷ്യരുമായിട്ട്. ഇവിടെയാണ് മാത്തമാറ്റിക്സിന്റെ ഗുണം. നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് ആ സബ്ജക്റ്റിന്റെ സ്വഭാവം നമുക്കുണ്ടാവും. അറിയാവോ നിങ്ങൾക്ക് അത് എന്താന്ന്? ഇപ്പൊ മാത്തമാറ്റിക്സ് പഠിച്ചാൽ ഉണ്ടാവുന്ന മാത്തമാറ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്തെന്നാ? കൃത്യത. കറക്റ്റാണോ പറഞ്ഞത്? കൃത്യത. അത് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും? കൃത്യതയുള്ളവരായിരിക്കും. പിന്നെ അടുത്തൊരു ഗുണമാണ് ട്രൂത്ത്ഫുൾനെസ്, അല്ലേ? 2+2 എത്രയാ? 4. അത് അമേരിക്കയിലും 2+2 എത്രയാ? 4 ആണ്. ഓസ്ട്രേലിയയിലോ 4 ആണ്. കേരളത്തിലും 4 ആണ്. അപ്പൊ ഈ മാത്തമാറ്റിക്സ് എന്ന വിഷയം പഠിക്കുന്നവർക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാവുന്ന പറയാം. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാണണം? നമുക്ക് ട്രൂത്ത്ഫുൾനെസ് കാണണം. നിങ്ങളൊക്കെ മാത്തമാറ്റിക്സ് എളുപ്പമുള്ളതെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്. പിന്നെ ഏത് ഗുണമുള്ളേ? സാധാരണ മാത്തമാറ്റിക്സിനെ നമ്മൾ പറയാറ് എന്തെന്നായിരുന്നു? എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ചെയ്യാറ്? പ്രോബ്ലംസ്, അല്ലേ? പ്രോബ്ലംസ് ചെയ്യാറില്ലേ? അപ്പൊ മാത്തമാറ്റിക്സിന്റെ വേറെ ഒരു സ്വഭാവമാണ് പ്രോബ്ലം സോൾവിങ്, അല്ലേ? നിങ്ങൾ കൊച്ചു ക്ലാസ് തുടങ്ങി പഠിച്ചിട്ടുണ്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക? അത് കറക്റ്റ്. അതായത് പണ്ടുണ്ടായ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്യും, അങ്ങനെയല്ലേ? എന്നിട്ട് ഒരു സൊല്യൂഷനിൽ എത്തിച്ചേരും. ഇത് മാത്തമാറ്റിക്സ് പഠിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. ചിലവർക്ക് എന്തുണ്ടാവില്ല? ആ പ്രോബ്ലംസിന് സൊല്യൂഷൻ കിട്ടില്ല. ആ സൊല്യൂഷൻ കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്താ? എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ കിട്ടാത്തതിൻ്റെ കാരണം അനലൈസേഷൻ കറക്റ്റ് അല്ല. ലോജിക്കായിട്ട് അനലൈസ് ചെയ്യണം. ഇപ്പം മാത്തമാറ്റിക്സ് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കാര്യങ്ങളൊക്കെ ലോജിക്കായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും? പ്രോബ്ലം സോൾവ്. ഈ ഹൈസ്കൂൾ നിങ്ങളുടെ +2 കഴിഞ്ഞു, ഇനി ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്തോറും പ്രോബ്ലംസിൻ്റെ തിക്നെസ് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കൊച്ചിലുള്ള പ്രോബ്ലംസ് അല്ല വലുതാമുള്ള പ്രോബ്ലംസിന്. ആ പ്രോബ്ലത്തിലും ഈ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിനെ സ്നേഹിക്കുന്നവർ എന്ത് കണ്ടുപിടിക്കും? സോൾവ് ചെയ്യാൻ കണ്ടുപിടിക്കും. പെട്ടെന്ന് എന്തിലേക്കൊന്നും പോവില്ല. ഒരു പ്രോബ്ലം വരുമ്പോൾ ആത്മഹത്യയിലേക്കോ അങ്ങനെയുള്ള ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും തളർന്ന്
പോകില്ല. അപ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കുന്നതിൻ്റെ ഒരു 3 ഗുണം ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് 3 ഗുണങ്ങൾ? 1 കൃത്യത, ജീവിതം എപ്പോഴും കൃത്യത ആയിരിക്കും. 2 ട്രൂത്ത്ഫുൾനെസ്, കറക്റ്റ്. 3 പ്രോബ്ലം സോൾവ്. ഓക്കെ, നല്ലതല്ലേ? നന്നായിരുന്നില്ലേ എല്ലാവർക്കും? മാത്സിനെ സ്നേഹിക്കുക. മാത്സിനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം പറ്റും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇപ്പോൾ പല ഭവനങ്ങളിലും കണ്ടുവരുന്ന ഒന്നാണ് കുഞ്ഞ് ക്ലാസ്സുകൾ മുതൽ, അതായത് LKG മുതൽ ട്യൂഷന് വിടുന്ന സമ്പ്രദായം. എനിക്ക് തോന്നുന്നു പലപ്പോഴും അത് നമ്മൾ ഈ ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെയാണ്. അവർ എടുക്കേണ്ട സ്ട്രെസ് എടുക്കാത്തതുകൊണ്ട് മാനസികമായും ശാരീരികമായും അല്പം പോലും ശക്തിയില്ലാത്ത മക്കളായിത്തീരുന്നു. പണ്ട് നമ്മുടെ കാരണന്മാരുടെ കാലത്തൊക്കെ നമുക്കറിയാം എത്ര കാര്യങ്ങളാണ് അവർ മനക്കണക്കായിട്ട് കൂട്ടിയിരുന്നത്. അഭ്യസ്ത വിദ്യരല്ലെങ്കിൽ പോലും കടയിൽ പോയി പല ആൾക്കാരും എന്ത് വേഗത്തിലാണ് മനക്കണക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു, ബാക്കി കൊടുക്കുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത് സാധിക്കില്ല. എന്താണ് കാരണം ഈ കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും എല്ലാം ഒരിക്കലും ഗുണന പട്ടിക പഠിക്കാനായിട്ട് അവർക്ക്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ റീസണിങ് എബിലിറ്റി എടുക്കാനായിട്ട് അവർക്ക് അവസരം കൊടുക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ ഫുൾ A+ കിട്ടിയ കുട്ടികൾ. നമ്മൾ ഒത്തിരി പേരെ ഇപ്പോൾ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. പല സ്കൂളുകൾക്കും ഫുൾ A+ കിട്ടി. നമുക്ക് ഒത്തിരി അഭിനന്ദനങ്ങളുടെ കാലമാണിത്. ഇത്രയും കൊല്ലം ഭാരതമാതാ കോളേജിൽ ഗണിത ശാസ്ത്ര അധ്യാപകയായി വർക്ക് ചെയ്യുന്ന എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ 1ാം ക്ലാസ് മുതൽ A+ നേടി 10ാം ക്ലാസ്സിൽ A+ നേടിയ കുട്ടികളെക്കാളും നല്ല പെർഫോമൻസ്, അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാര രീതിയിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നത് ഹയർ എഡ്യൂക്കേഷനിൽ മിക്കവാറും A+ കിട്ടിയില്ലെങ്കിലും സാധാരണ ലെവലിൽ ജയിച്ചവർ, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിച്ചവർ, ഇവരൊക്കെയാണ്. ഇവിടെയാണ് നമ്മുടെ കുട്ടികളെ വളർത്തേണ്ട പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്. അവർ ചോദിക്കുന്നത്, അവർക്ക് ആവശ്യമായത് എല്ലാം കൊടുത്തവരെ വളർത്തുന്ന ശീലം നാം ഒഴിവാക്കണം. കാരണം ജീവിതകാലം മുഴുവൻ ചോദിക്കുന്നതെല്ലാം കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല. കൊച്ചു പ്രായങ്ങളിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചെറുത് സാധനങ്ങളായിരിക്കും, ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ പ്രായമായാൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന്, ഞാൻ പാലാരിവട്ടം ഏരിയയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റ മകളായിരുന്നു. 10ാം ക്ലാസ് വരെ, പ്രീ ഡിഗ്രി വരെ, ഹൈസ്കൂൾ, കോളേജ് വരെ ചോദിച്ച എല്ലാ കാര്യങ്ങളും പാരൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പാരൻസിൻ്റെ മുമ്പിൽ അന്യമതസ്ഥനായ ഒരു പയ്യനെയും കൊണ്ട് വന്നപ്പോൾ പാരൻസിന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുട്ടി പറയുന്ന, ഇന്ന് വരെ എന്നോട് നോ പറയാത്ത പാരൻസ് ഇപ്പോൾ നോ പറഞ്ഞാൽ ഞാൻ എങ്ങനെ അംഗീകരിക്കും? ഇത് ഇന്നത്തെ ലോകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന ആ രീതി കുട്ടികളുടെ മനോധൈര്യവും അവർക്ക് മെൻ്റൽ എബിലിറ്റി അവരെ നഷ്ടപ്പെടുത്തും. പകരം അവരുടെ കഴിവുകൾ വളരാൻ അവർ റിസ്കിലൂടെ കടന്നുപോയാൽ മാത്രമേ അവർക്ക് അവരുടെ കഴിവുകൾ വളർത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ വളർന്നാൽ മാത്രമേ 10ാം ക്ലാസ് വരെയല്ലേ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ അവരോട് പറഞ്ഞു ചെയ്യിപ്പിക്കാനും പറ്റുള്ളൂ. പിന്നെന്ത് ചെയ്യണം? അവർ തന്നെ പഠിക്കണം. ഹയർ എഡ്യൂക്കേഷൻ എപ്പോഴും സെൽഫ് സ്റ്റഡിയാണ്. ഈ സെൽഫ് സ്റ്റഡിക്ക് ചെറിയ ക്ലാസ് മുതലുള്ള ട്രെയിനിങ് കൊടുക്കണം. അതുകൊണ്ട് ഈ ട്യൂഷൻ സമ്പ്രദായം, മിക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലുള്ള ഈ ട്യൂഷൻ സമ്പ്രദായത്തെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. നമുക്ക് കുട്ടികൾക്ക് അവരെ തന്നെ റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടത്ര കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ആ സമയങ്ങളിലേക്കും ഒരു സപ്പോർട്ട് നമ്മുടെ അധ്യാപകരോ അല്ലെങ്കിൽ വീട്ടിലെ പാരൻസോ അത് കൊടുക്കണം. അവർക്ക് അതിനുള്ള പഠിപ്പോ കഴിവോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അടുത്തുള്ള ആരെ കൊണ്ടെങ്കിലും ഒരു സപ്പോർട്ട് കൊടുപ്പിക്കാൻ നിങ്ങൾ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം അത് അടിത്തറ പാകാൻ ഒത്തിരി നല്ല ഒരു ആശയമാണ്. മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ HOD എന്ന നിലയിൽ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് എന്ന നിലയിൽ കഴിഞ്ഞൊരു വർഷം സിസ്റ്റർ ഭംഗിയായിട്ടാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയത്, അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ട്. ഇവിടുത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ്. റാങ്കുകൾ കിട്ടുന്ന, ഏറ്റവും ഉയർന്ന മാർക്കുകൾ വാങ്ങിക്കുന്ന, നല്ല റിസൾട്ട് പ്രദാനം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതോടൊപ്പം തന്നെ സീനിയറായിട്ടുള്ള അധ്യാപകരാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ഇവിടുത്തെ കോളേജിലെ ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകരെല്ലാം മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഈ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ, ഗണിതശാസ്ത്ര വിഭാഗത്തെ വളരെ മനോഹരമായിട്ട് ഈ ക്യാമ്പസിന് വേണ്ടി, കോളേജിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല നേതൃത്വവും സിസ്റ്ററിൻ്റെ പ്രവർത്തനത്തിൽ ഞാൻ വീക്ഷിച്ചിട്ടുണ്ട്.
ഹായ്, എൻ്റെ പേര് ജോമറ്റ്. ഞാൻ 2015-18 മാത്തമാറ്റിക്സ് ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയാണ്. JSSനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം പറയുന്നത് JSSറിൻ്റെ അടങ്ങിയിരിക്കുന്ന കുറേയേറെ ഗുണങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് വരുന്നത് സിസ്റ്ററിൻ്റെ ആ ചിരിയാണ്. കാരണം എപ്പോഴും ഞങ്ങളെ ആകർഷിക്കുന്നത് സിസ്റ്ററിൻ്റെ ആ ചിരി തന്നെയാണ്. പിന്നെ പഠനത്തോടൊപ്പം തന്നെ സിസ്റ്റർ ഞങ്ങൾക്ക് വളരെയേറെ രീതിയിൽ കുറേ കുറച്ച് ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ, കുറേ എക്സ്പോഷർ സിസ്റ്റർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ സിസ്റ്ററിനെ കുറിച്ച് ഇപ്പോഴും ഞങ്ങൾ സിസ്റ്ററിനെ ഇത്രയും ഞങ്ങളുടെ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് സിസ്റ്റർ തന്നിട്ടുള്ളത് അതേപോലത്തെ എക്സ്പോഷേഴ്സാണ്. അങ്ങനെ ഞങ്ങൾ കരുണാലയത്തിൽ, ഇവിടെ തൊട്ടടുത്തുള്ളൊരു കരുണാലയം എന്ന് പറഞ്ഞൊരു അമ്മച്ചിമാരുടെ ഒരു കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ സിസ്റ്റർ ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ സിസ്റ്ററായിട്ട് ഞങ്ങൾക്ക് അവിടുത്തെ അമ്മച്ചിമാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഞങ്ങളെ പഠനത്തോടൊപ്പം തന്നെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു ചെറിയൊരു സംരംഭമാണ് ഒരു ഗോ ഗ്രീൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അതായത് ഞങ്ങളുടെ ക്യാമ്പസിൽ തന്നെ ഒരു ചെറിയൊരു ഏരിയ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ട് അതിനകത്ത് പച്ചക്കറികൾ നടുകയും എന്നിട്ട് അതിനെ വളർത്താൻ വേണ്ടി എല്ലാ ദിവസവും ഓരോ ആൾക്കാർ ഇനീഷ്യേറ്റീവ് എടുത്ത് വെള്ളം നനയ്ക്കുകയും. അപ്പോൾ അതെല്ലാം സിസ്റ്ററിൻ്റെ ഒരു വിഷനോടുകൂടി ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവൻ പഠനത്തിൽ മാത്രമല്ല അവൻ്റെ ബാക്കിയുള്ള ആധ്യാത്മിക മേഖലയാണെങ്കിലും അവൻ്റെ മറ്റ് നേച്ചറുമായിട്ടുള്ള ഒരു കണക്ഷനും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് എന്ന രീതിയിലാണ് സിസ്റ്റർ ഞങ്ങൾ വളർത്തിയത്. അപ്പം അങ്ങനെ ഓർക്കുമ്പോൾ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വിലയേറിയ അനുഭവങ്ങളും അതേപോലെ തന്നെ കുറേ ജീവിതങ്ങളുമാണ് സിസ്റ്റർ ഞങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. അപ്പം ഇതാണ് എനിക്ക് സിസ്റ്ററിനെ പറ്റി കൂടുതൽ ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ ഈ കോളേജിൽ അധ്യാപികയായിട്ടാണ് ചേർന്നിരിക്കുന്നത്. സിസ്റ്റർ എപ്പോഴും സിസ്റ്ററായിരുന്നു എനിക്ക് മാതൃക. ഇപ്പോൾ ഈ അധ്യാപക ജോലിക്ക് കയറുമ്പോഴും സിസ്റ്റർ പഠിപ്പിച്ച ഓരോരോ കാര്യങ്ങൾ, എങ്ങനെ ഒരു കുട്ടീനെ പഠിപ്പിക്കണം, എത്ര പഠിക്കില്ലാത്ത കുട്ടിയാണെങ്കിലും അയാളെ നോട്ട് ചെയ്തിട്ട് അയാളെ നന്നായിട്ട് പഠിപ്പിക്കാനും അയാളുടെ എല്ലാ കാര്യങ്ങളും നല്ല കാര്യമായിട്ട് മനസ്സിലാക്കി അയാൾക്ക് സപ്പോർട്ട് ചെയ്യുക. അയാളെ മാർക്ക് എത്ര ലോ ആണെങ്കിലും അടുത്ത സെം ആകുമ്പോഴത്തേക്ക് ആ മാർക്ക് നന്നായിട്ട് ഉയർച്ചയിലെത്താൻ സിസ്റ്റർ നന്നായിട്ട് പ്രയത്നിക്കായിരുന്നു. സിസ്റ്ററാണ് എനിക്ക് എപ്പോഴും ഒരു റോൾ മോഡൽ. വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ ജയാമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്കറിയാം മാതാപിതാ ഗുരു ദൈവം, ഒരു ഗുരുസ്ഥാനത്തിനേക്കാളും കുറച്ചുകൂടി മേലെയുള്ള ഒരു സ്ഥാനമാണ് മാതാവിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ മാതൃത്വ സ്നേഹവും പിന്നെ ഫുൾ ടൈം സപ്പോർട്ടും കാര്യങ്ങളും പിന്നെ സിസ്റ്ററിനെ പോലെ ഒരാളെ നമുക്ക് ടീച്ചറായി കിട്ടുന്ന എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അധ്യാപകരോടും എനിക്ക് പറയാനുള്ളതൊരു വാക്കാണ്, അധ്യാപകർ ചിരഞ്ജീവികളാണ്. ഒരു അധ്യാപകർ വിടർന്ന കണ്ണുകളോടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളോട് പറയുന്ന ഓരോ വാക്കും അവർ ശ്രവിക്കുന്നു, അവരിലൂടെ അവരുടെ കുടുംബം ശ്രവിക്കുന്നു, അടുത്ത തലമുറ, ഇത് തലമുറയായി ലോകം മുഴുവൻ പരക്കുന്നു. നമ്മൾ വിചാരിക്കും ഇതാരും അറിയുന്നില്ല എന്ന്. അതുപോലെ നമ്മെ ഏൽപ്പിക്കുന്ന മക്കളെ, ഈ അധ്യാപകം എന്നുള്ളത് ഒരു ദൗത്യമാണ്. അത് ദൈവം തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ഒരു ദൗത്യമാണ്. ആ ദൗത്യം ശരിയായി നിർവഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളോടല്ല ദൈവത്തോട് പോലും നമുക്ക് ഉത്തരം പറയേണ്ടി വരും. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപക തന്നെ ഏൽപ്പിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒറ്റ കുട്ടികളും വഴിതെറ്റി പോകില്ല. എൻ്റെ തന്നെ അനുഭവം, ഞാൻ ഒരു 25 വർഷം കോളേജിൽ പഠിപ്പിച്ചു. അതിന് 2 വർഷം അതിനു മുമ്പ് സ്കൂളുകളിൽ പഠിപ്പിച്ചു. നാം സ്നേഹിച്ചാൽ നമ്മുടെ കുട്ടികൾ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയും. നമുക്ക് ശരിയായി അവരെ നയിക്കാൻ പറ്റും, അവർ തെറ്റിലകപ്പെടുകയില്ല. എന്നാൽ നമുക്ക് ജോലി തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളവരെ മനസ്സിലാക്കാൻ കഴിയാതെ വന്നാൽ നമുക്ക് അവരെ മാത്രമല്ല അവരിലൂടെ പലരും നമ്മിൽ നിന്ന് അകന്നു പോകും. ഇന്നും വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച് വിട്ട പലരും അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും ഒപ്പം സന്തോഷങ്ങളും അറിയിക്കാൻ വിളിക്കുന്നത് ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. അറിയുന്നു നാഥാ നിൻ സ്നേഹം ഞാൻ അറിയാതെ പോയോരാ സ്നേഹം. അറിയുന്നു നാഥാ നിൻ സ്നേഹം ഞാൻ അറിയാതെ പോയോരാ സ്നേഹം. മനസ്സിലുലയും നിൻ ഹൃദയം തേങ്ങുന്നു നിൻ സ്നേഹത്തിൻ മുൻപിൽ നിന്നിടുമ്പോൾ. നിൻ സ്നേഹത്തിൻ മുൻപിൽ നിന്നിടുമ്പോൾ
വിളിച്ചാൽ വിളി കേൾക്കുന്ന ഇന്നും ജീവിക്കുന്ന പരിശുദ്ധ അമ്മ എങ്ങനെ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചുവെന്ന് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പണ്ട് മുതലേ എനിക്ക് പരിശുദ്ധ അമ്മേനെ ഇഷ്ടമായിരുന്നു. എന്നാൽ ദിവ്യനാഥൻ്റെ സ്വരം ശ്രവിച്ച് യേശുവിൻ്റെ മണവാട്ടിയാവാൻ തീരുമാനമെടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ എന്നെ ഒത്തിരി സഹായിച്ചു. കാരണം സ്വന്തം മകൻ്റെ മണവാട്ടിയാകാൻ ഒരുക്കാൻ ഏറ്റവും യോജിച്ചത് പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഈ പരിശുദ്ധ അമ്മയുടെ സജീവ സാന്നിധ്യം അല്ലെങ്കിൽ മാധ്യസ്ഥം ഉൾക്കൊള്ളുന്ന CMC സഭയിലേക്ക് വന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ദൈവപരിപാലനയാണെന്ന്. ആദ്യ കാലഘട്ടങ്ങളിൽ യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ, ഈ ദൈവവിളി സ്വീകരിച്ചപ്പോൾ ഒരവസരത്തിൽ എനിക്ക് ദൈവവിളിയിൽ ക്രൈസിസ് ഉണ്ടായി. കാരണം നാം ഏറ്റെടുക്കുന്ന ഈ ഉത്തരവാദിത്തം ഒത്തിരി വലുതാണെന്നും നാം അതിന് കൊടുക്കേണ്ട വില വലുതാണെന്നും എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ആ സമയത്ത് എന്തു ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ചപ്പോൾ ഓടി വന്ന് അമ്മയുടെ കാൽക്കൽ നിന്ന് എന്ത് ചെയ്യണമെന്ന അമ്മയുടെ ചോദ്യത്തോടുകൂടി ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ പുഞ്ചിരിക്കുന്ന ആ ഭാവം എൻ്റെ മനസ്സിനെ ശാന്തമാക്കി തീരുമാനമെടുക്കുവാൻ എന്നെ സഹായിച്ചു. പല രോഗാവസ്ഥയിലും എന്തു ചെയ്യണമെന്നറിയാത്ത പല ജീവിതാനുഭവങ്ങളിലും അമ്മ എന്നെ സഹായിച്ചിട്ടുണ്ട്. എടുത്തു പറയത്തക്ക ഒരനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. 2006 എനിക്ക് ഒരു വലിയ അസുഖം ബാധിച്ചു. മരണകരമായൊരു രോഗം, പൾമനറി എംബോളിസം. വിദഗ്ധ ഡോക്ടർമാർ 48 മണിക്കൂർ സമയം പറഞ്ഞ് ജീവനിലേക്കാണോ മരണത്തിലേക്കാണോ എന്ന് നോക്കി കാത്തിരിക്കുകയായിരുന്നു. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിലും ഞാൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും അമ്മ എനിക്ക് തോന്നുന്നു ഇറങ്ങി വന്ന് എന്നെ സഹായിച്ചു. കാരണം 38 മണിക്കൂറായാലും ഒരു രോഗം കുറയുന്നതിൻ്റെ ലക്ഷണം കാണിച്ചില്ല എങ്കിലും പെട്ടെന്ന് അത്ഭുതകരമായി സമ്പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഇത് എൻ്റെ ജീവിതത്തെ അതുവരെ ഉണ്ടായിരുന്ന ഒരു മാനങ്ങളിൽ നിന്നും മാറ്റി കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും ദൈവവിളിയുടെ അർത്ഥം മനസ്സിലാക്കാനും പരിശുദ്ധ അമ്മയെ ഏതവസരത്തിലും വിളിക്കുവാനും എന്നെ ശക്തിപ്പെടുത്തി. വീണ്ടും നടുവേദന വന്നു, വളരെ സീരിയസ് ആയി. അമ്മയുടെ പക്കൽ വന്ന് ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും എനിക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പലപ്പോഴും എൻ്റെ കുട്ടികളായിട്ടും എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന അധ്യാപകരായിട്ടും ഞാൻ പങ്കുവെച്ചു. അവരും ഈ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചു. Yes, come in. ഇത്ര നാളായി കണ്ടിട്ട്, രത്നമണി എന്ത് ഇത്ര നാളായി കണ്ടിട്ട്. സുഖാണോ എല്ലാവർക്കും? ഒത്തിരി സന്തോഷം. നമുക്ക് അങ്ങോട്ട് കടന്നിരിക്കാം. വാ സ്റ്റെല്ല, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കണു. പിന്നെ നന്നു കുറച്ച് ദിവസത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 10 ദിവസത്തേക്ക്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജർമ്മനിക്ക് പോയില്ലേ? പോയിരുന്നു, 10 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവർ അവിചാരിതമായിട്ടൊരു സർപ്രൈസ് അവളും ഹസ്ബൻഡും കൂടെ വന്നു. അത് ശരി, ഓക്കെ. രത്നമണി, കല്യാണമൊക്കെ നന്നായി നടന്നു? മരുമോള് നല്ലതാണല്ലേ? സുഖമായിട്ടിരിക്കണോ? ഓക്കെ. പ്രിൻസ് നമ്മൾ ഒരു 7 കൊല്ലത്തോളം ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ചിരുന്നു അല്ലേ? അന്നൊക്കെ പ്രിൻസിനെ കണ്ടിരിക്കുന്നത് ഞങ്ങൾ കൂട്ടുകൂടി എല്ലാവരുമായിട്ട് കളിച്ച് ചിരിച്ച് അടിച്ചു പൊളിച്ചുള്ളൊരു സ്റ്റൈലായിരുന്നു. അവിടെ നിന്നും പിന്നെ അറിയുന്നത് B.Ed കഴിഞ്ഞതിന് ശേഷം ഒരു വിവരം ഉണ്ടായില്ല. കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം വ്രതവാഗ്ദാനത്തിൻ്റെ ഒരു ഇൻവിറ്റേഷൻ കിട്ടി. അപ്പോഴാണ് ഞങ്ങൾ അറിയണത് സിസ്റ്ററായി മാറുകയാണെന്ന്, സന്യാസ ജീവിതത്തിലേക്ക് പോവുകയാണെന്ന്. ആ ഒരു മാറ്റം അത് ശരിക്കും ഞങ്ങളെ അതിശയിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ആ ഒരു ദൈവവിളി ഉള്ളതായിട്ട് എപ്പോഴെങ്കിലും ജീവിതത്തിൽ തോന്നിയിട്ടുണ്ടോ? പഠിക്കുന്ന കാലത്ത്, അത് നിങ്ങളുടെയൊക്കെ ഒരു പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും MSc-ക്കൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് ആകെ ഒരു ലക്ഷ്യം ഉണ്ടായുള്ള സന്തോഷിക്കുക, കൂട്ടുകൂടി നന്നായിട്ട് ആഘോഷിക്കുക. ചിരിയിലും കളിയിലൊക്കെ ഞങ്ങൾക്കത് ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ട്. എങ്കിലുണ്ടല്ലോ ആ സമയത്ത് എപ്പോഴൊക്കെയോ ഒരു ചെറിയൊരു ആഗ്രഹങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഇപ്പോൾ സംശയം തോന്നുന്നുണ്ട്. അന്ന് തോന്നിയിട്ടില്ലെങ്കിലും എനിക്ക് അതൊക്കെ ആയിരിക്കാം, അതൊക്കെ അന്ന് തമ്പുരാൻ വിളിക്കാനായിട്ടുള്ളൊരു ഇതുണ്ടാവും. പക്ഷേ ഇതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ സന്തോഷത്തിൻ്റെ ഇടയിൽ പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ചിന്ത വരാറുണ്ട്, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം മുഴുവൻ പോവും, ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നിട്ടാണ് MSc കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാലോ, അത് കഴിഞ്ഞ് ഞാൻ നേരെ B.Ed-ന് പോന്നു അല്ലേ, എറണാകുളത്ത്. അവിടെ അതും കഴിഞ്ഞു. B.Ed കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു വല്ലാത്ത ശൂന്യതാബോധം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതെന്താന്ന്. എൻ്റെ സത്തയെ പോലും പിടിച്ചു ഒലയ്ക്കുന്നൊരു ശൂന്യതാബോധം. അത് തമ്പുരാൻ്റെ ഒരു പദ്ധതിയാണെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ഈ അതുവരെ എനിക്ക് തോന്നിയായിരുന്നു ഇങ്ങനെ കുറേ നേട്ടങ്ങൾ, മാർക്ക് കിട്ടി, ജോലി ഫെഡറൽ ബാങ്കിൽ അതുപോലെ തന്നെ റിസർവ് ബാങ്കിലൊക്കെയും ടെസ്റ്റ് എഴുതി അത് കിട്ടി, അങ്ങനെയുള്ള ഒരു സ്വപ്നങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ. അത് കഴിഞ്ഞ് അപ്പോഴാണ് മനസ്സിലാവുന്നത് യേശു എന്തിനോ വേണ്ടി എന്നെ വിളിക്കുന്നു. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പണ്ട് എന്നെ എപ്പോഴോ ഇങ്ങനെ ഒരു മനസ്സിലൊരു ചിന്ത വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാനൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായില്ല. ആ വിളിയുടെ കടുപ്പം, അതൊരു കടുപ്പം തന്നെയായിരുന്നു. കാരണം എനിക്ക് ഈ എൻ്റെ സ്വഭാവത്തിന് ഈ സന്യാസി ജീവിതം പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഭയങ്കര കഠിനമാണ്, കഠിന പ്രായശ്ചിത്തങ്ങളുണ്ടാവും, പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും എന്ത് വേണമെന്നറിയാവോ? നിയമത്തനുസരിച്ച് മദറിനോട് ചോദിക്കണം, നമുക്ക് എവിടെ പോകണമെങ്കിലും. ഞാനങ്ങനെ വലുതും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ എന്തോ ഇതല്ലാതെ എനിക്ക് പറ്റാത്തൊരവസ്ഥയായിപ്പോയി. എന്തൊക്കെ നേട്ടങ്ങൾ നേടി അതൊന്നും ശൂന്യമായി കാണുന്ന ഒരവസ്ഥ എൻ്റെ മനസ്സിലേക്ക് വന്നേ. ഞാൻ പിന്നെ ഒത്തിരി പ്രാർത്ഥിച്ചു. ഈ സമയത്ത് എന്തുണ്ടായി? BEd കഴിഞ്ഞേക്കല്ലേ, 10-23 വയസ്സായില്ലേ. വീട്ടുകാരെന്താ ആലോചിച്ചു? കല്യാണം ആലോചിച്ചു. എനിക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അവിടേക്ക് നിൽക്കാനും പറ്റുന്നില്ല, തിരിച്ചിവിടെ വരാൻ 2 സ്ഥലത്ത് പറ്റാണ്ട് ഞാനിങ്ങനെ ഒരു ഭയങ്കര സംഘർഷമായിരുന്നു. പക്ഷെ എനിക്ക് കോൺവെൻറ്റിൽ പോകുന്നെന്ന് പറയാനല്ലേ എളിമയുണ്ടായില്ല കേട്ടോ ആദ്യമൊന്നും വീട്ടിൽ. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരോട് പറയാതെ ഇവിടെ കോളേജിൽ പഠിക്കില്ലേ, അതിനുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു പോന്നു. ഞാനൊരു ദിവസം കേൾക്കുമായിരുന്നു വീട്ടിലിരുന്ന് അമ്മയും എൻ്റെ ചേച്ചിമാരും പറയുന്നത്, ഇത് ഏതോ ലൈനായിട്ടുണ്ട്, ഈ പോക്ക് അത്ര ശരിയല്ല, ഇനി എറണാകുളത്തേക്ക് സ്വഭാവം വെച്ച് അവരങ്ങനെ സംശയിക്കാനും സാധ്യതയില്ല. കാരണം അത്ര ഒരു ഹ്യൂമർ സെൻസും അത്ര ഒരു കളിച്ചിരിയും ഒക്കെ ആ ഒരു ഗാങ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഗാങ്ങായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? ഞാൻ പോന്നു. അമ്മത്രേശയുടെ പുസ്തകത്തിൽ ഇപ്പം ഞാൻ വായിക്കുമ്പോൾ കേൾക്കണ്ട്, വിശുദ്ധ അമ്മത്രേശ പറയുന്നൊരു രംഗമുണ്ട്, എനിക്ക് യുദ്ധം ചെയ്യേണ്ടത് പുറത്തുള്ള ശക്തികളോടൊന്നുമല്ല, പകരം ആരോടാ? എൻ്റെ അന്തരംഗത്തോട് തന്നെയാണ്. എൻ്റെയും ദ സെയിം സിറ്റുവേഷൻ. ഇങ്ങനെ സ്വാതന്ത്ര്യത്തിൽ നിന്നൊക്കെയും വിടുതൽ വരുന്ന അല്ലെങ്കിൽ എല്ലാം പറയുന്നത് അനുസരിക്കുന്ന ഒരു ജീവിതശൈലി വേണോ, അതോ ഒപ്പം ശക്തമായ കർത്താവിൻ്റെ സ്വാധീനമാണ് നിന്നെ ഞാൻ ദൈവവിളിയാണ് നിനക്ക് തന്നിരിക്കുന്നത്, സമർപ്പിത ജീവിതം വേണ്ടി. ഇതിൻ്റെ രണ്ടിൻ്റെ അപ്പം മനസ്സിലായി. കാരണം എനിക്ക് വേറെ ഒന്നിനും എനിക്ക് സന്തോഷം കിട്ടുന്നില്ല. കോൺവെൻറ്റിൽ വന്നു, പ്രയറിൽ തുടങ്ങുന്നു, ഇവരെ ഗ്രൂപ്പിലാകുമ്പോൾ ഞാൻ ശാന്തമാകുന്നു. അതേസമയം തിരിച്ച് വീട്ടിൽ വന്നാൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോഴും ആ ഡിസിഷൻ എടുത്തിട്ടില്ല അല്ലേ? ഡിസിഷൻ എടുക്കാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. പിന്നെ സമയത്ത് അവസ്ഥ അതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലറിയിക്കണ്ടേ? എൻ്റെ അപ്പച്ചൻ്റെ കാര്യം അറിയില്ല നിങ്ങൾക്ക്, അപ്പനും അറിയാം, അമ്മ അറിയാം, അവരൊക്കെ നല്ല ഭക്തിയുള്ള മനുഷ്യരാണ്. പക്ഷേ അവരങ്ങനെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ ഒത്തിരി വിഷമിച്ചു. അവസാന രാത്രി ഒരു ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ പോയി വരുമ്പോഴേക്കും വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞോളാം. അങ്ങനെയാണ് ഞാൻ ഈ കാര്യം അറിയിച്ചത്. കേട്ടതേ അവരെല്ലാവരും അപ്സെറ്റായിപ്പോയി. പിന്നെ എൻ്റെ അപ്പന് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, എൻ്റെ മൂത്ത ആങ്ങള ബ്രദർ ജോബി ചേട്ടൻ അറിയില്ലേ നിങ്ങൾ, ഇതിപ്പോൾ അന്ന് റോമിൽ പഠിക്കുകയായിരുന്നു. അച്ഛൻ റോമിൽ പഠിക്കുന്ന അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ്റെ ഉത്തരം എന്തായിരുന്നു അറിയോ? ഞാൻ വരുന്നത് വരെ അവൾക്ക് അനുവാദം കൊടുക്കരുത്. കാരണം അവർക്കൊക്കെ അറിയാം ഞാൻ ആരാണ്. അതാണ് എൻ്റെ കാരണം. പക്ഷെ അപ്പൻ എന്നോട് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം എന്താണോ ഞാൻ തടസ്സം നിൽക്കില്ല. അങ്ങനെയാണ് ഞാൻ കോൺവെൻറ്റിലേക്ക് വന്നു. അപ്പം അങ്ങനെ BEd കഴിഞ്ഞതിന് ശേഷം ഒരു 5-6 കൊല്ലക്കാലത്തേക്ക് നമ്മൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല അല്ലേ? അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വ്രതവാഗ്ദാനത്തിൻ്റെ ഒരു ഇൻവിറ്റേഷൻ കിട്ടി. ശരിക്കും ഞങ്ങൾ അത് ഞെട്ടിപ്പോയി. അത് ദൈവത്തിൻ്റെ ഒരു ശരിയായ പ്ലാൻ തന്നെയാണെന്ന് ഇന്ന് സിസ്റ്ററുടെ ആ ചിരിയും പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. ഇനിയും തുടർന്നും അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ, അത് മാത്രമാണല്ലോ നമ്മുടെ ജീവിതം. തുടർന്നും ആ ആത്മീയമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം തരട്ടെ, ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടേലും. ഇനി വരാൻ നമുക്ക് ഇനിയും കാണാം, സൗഹൃദം തുടരണം. ഓക്കെ, പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കാം, ഞങ്ങളും പ്രാർത്ഥിക്കാം. ഓക്കെ. അറിയുന്നു നാഥാ നിൻ സ്നേഹം ഞാൻ അറിയാം.